നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ ഐസ, SFI പോലുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അക്രമങ്ങളും ക്രൂരതകളും വർദ്ധിക്കുന്നതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി ABVP. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഇടത് സംഘടനകൾ പ്രചരിപ്പിക്കുന്ന അക്രമാസക്തമായ ആശയങ്ങൾ നിരോധിച്ചതിന് പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ABVP ദേശീയ ജനറൽ സെക്രട്ടറി യാജ്ഞവൽക്യ ശുക്ല ആവശ്യപ്പെട്ടു. പാട്ന യൂണിവേഴ്സിറ്റിയിലെ ബീഹാർ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥി ഹർഷ് രാജിനെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ഐസ ആക്രമികൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ഈ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമൂഹത്തിന് വിപത്താകുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ പിൻപറ്റുന്ന സംഘടനകൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി ABVP മുന്നോട്ട് വന്നത്. അവസാന വർഷ BA വിദ്യാർത്ഥിയായ ഹർഷ് രാജിനെ മെയ് 27-ന് ലോ കോളേജ് ക്യാമ്പസിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ മുഖംമൂടി ധരിച്ച 7-8 പേർ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ പാട്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ചെയ്തത്. കൊലപാതകത്തെ തുടർന്ന് ഹർഷ് രാജിന്റെ പിതാവ് CBI അന്വേഷണം ആവശ്യപ്പെടുകയും ഇതിന്റെ പുറകിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തകർ നടത്തിയ ക്രൂരമായ പദ്ധതി വെളിപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് സമഗ്രവും അടിയന്തരവുമായ അന്വേഷണം വേണമെന്നും പ്രതികളായ മുഴുവൻ പേർക്കെതിരെയും കർശന നടപടി വേണമെന്നും ABVP ആവശ്യപ്പെട്ടു. ഹർഷ് രാജിന് നീതി ലഭിക്കണമെന്നത് ആവശ്യപ്പെട്ട് ബീഹാറിലെ വിവിധ ജില്ലകളിലും ഡൽഹി സർവകലാശാലയിലും JNUവിലും HCUവിലും ABVP പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഊട്ടിയുറപ്പിക്കുന്ന വിഷലിപ്തമായ പ്രത്യയശാസ്ത്രത്തിനെതിരെ അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സമീപകാല സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നതെന്ന് ABVP ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഹർഷ് രാജിനെ കൊലപ്പെടുത്തിയ സംഘത്തിൽപ്പെട്ട ചന്ദ്രന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കി എന്നാണ് ഐസ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടത് അനുകൂല വിദ്യാർത്ഥി സംഘടനകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ അടുത്താണ് കേരളത്തിൽ വയനാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി വിദ്യാർത്ഥിയെ SFIയിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആ ക്യാമ്പസിൽ മറ്റു വിദ്യാർത്ഥികൾ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പോലും അവകാശമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച മാതൃകയിൽ ഇത്തരം വിഷലിപ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളെയും നിരോധിക്കണമെന്ന ആവശ്യം വ്യാപകമാവുകയാണ്.